ഇതാണ് എലഞ്ഞിപ്പൂവ്. ഈ എലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ഞാൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങിയത്. നല്ല സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ബുക്ക്. അങ്ങനെ ഉറങ്ങിക്കിടന്ന നീലുവിനെ വണ്ടിയിലിരുത്തി ഞാനൊരു കറക്കം കറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ നീലു ഉറക്കത്തിലായതുകൊണ്ട് നീലുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വർത്താനം പറഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ സ്വന്തം തറവാട്, അതായത് നമ്മുടെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. അങ്ങനെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് മൊത്തം. ഇന്നൊരു ഫ്രൈഡേ ആയത് കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ ക്രോസ് ചെയ്ത് പയ്യനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം നീലു പിന്നെ ഓരോരോ കളികളാക്കി തുടങ്ങി. നീലു കളിക്കാൻ തുടങ്ങി, ഞാനപ്പോൾ പയ്യനെ എൻ്റെ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഇത് നല്ലൊരു ബുക്കാണ്, നല്ല മൈൻഡിന് നല്ല റീഫ്രഷ്മെൻറ്റ് തന്നെ ഒരു ബുക്കാണ്. ഇത് എന്നെപ്പോലെ മടിയുള്ളവർക്ക് വായിക്കാൻ പറ്റിയ ബുക്ക് തന്നെയാണ്. നമുക്കൊരു പ്രത്യേകിച്ച് നമുക്കൊരു മോട്ടിവേഷൻ വേണം എന്ന് തോന്നുമ്പോൾ എടുത്ത് വായിക്കാൻ പറ്റിയ കുറച്ച് വാചകങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നീലു അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. അവൻ വണ്ടി പോണതൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തെന്നൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ആലോചിച്ച് നടക്കുവാണ്. അങ്ങനെ ഞാനൊരു ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനപ്പോൾ ആ ബുക്കിലൊക്കെ ചുമ്മാ വരയ്ക്കാനൊക്കെ തുടങ്ങി. അവനപ്പോൾ തന്നെ പേന പിടിച്ച് വരയ്ക്കണം, അതാണിപ്പോൾ അവൻ്റെ ഹോബി.